ഇന്നത്തെ സീനിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് പാടത്ത് പോവാണ്, പാടം കാണാൻ വേണ്ടിയിട്ട്. ഇപ്പം ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി അടുത്തുള്ളൊരു പറമ്പിൽ കയറിയിരിക്കുക. ഞാനും അനിയത്തി അമ്മയും കൂടി ആട്ടോ പോകുന്നത്. നമ്മളിപ്പോൾ പാടത്തേക്ക് നടക്കുകയാണ്. നമ്മൾ 2.5 കൊല്ലമായി ആ പാടത്തേക്ക് പോയിട്ട്. നമ്മുടെ വീടിൻ്റെ താഴെയാണെങ്കിൽ നമ്മൾ അങ്ങോട്ട് പോവാറില്ല. ഈ വഴി കൂടിയാണ് ഞങ്ങൾ പാടത്തേക്ക് പോകുന്നത്. വലിയൊരു ഇറക്കമാണ്. ഏത് നേരം വേണമെങ്കിലും കൊലപ്പെടാൻ സാധ്യതയുണ്ട്. ഒരു എയറോപ്ലെയിനിൻ്റെ ശബ്ദം. ഒരു 2 മിനിറ്റ് നടക്കുമ്പോൾ തന്നെ നമ്മൾ പാടത്തേക്ക് എത്തും. ഇപ്പം സമയം 5:30 കഴിഞ്ഞു. നല്ല വെയിലുണ്ട് ഇവിടെ. സന്ധ്യ ആവാറായി. നടക്കുമ്പോൾ തന്നെ തെന്നി വീഴുന്ന പോലെ ആട്ടോ ഇവിടെ പോകുമ്പോൾ. ഇനി നിങ്ങൾക്ക് പാടം കാണാൻ പറ്റും. അതാട്ടോ പാടം. മഴയൊക്കെ ആയതുകൊണ്ട് നല്ല വെള്ളമൊക്കെ കാണും ഇവിടെ. ഞാൻ വീഡിയോ എടുത്ത് നടന്നപ്പോഴേക്കും അമ്മയും അനിയത്തി അവിടം വരെ എത്തി. ഇത് ഞങ്ങളുടെ ഒരു പറമ്പാട്ടോ. ഇപ്പം ഇവിടെ കൃഷിയൊന്നും ചെയ്യാത്തതുകൊണ്ട് ഭയങ്കരമായിട്ട് കാടൊക്കെ പിടിച്ച് കിടക്കുക. ഇവിടെയാണ് ഞാൻ പണ്ട് ചെറുപ്പത്തിൽ കുളിക്കാനൊക്കെ തന്നെ ആ സാധനത്തിൽ. അവിടെ ഒരു കിണറുണ്ട്. ഇവിടെ ഫുള്ള് വാഴയും കപ്പയൊക്കെ ആയിരുന്നു. അപ്പം ഞാൻ ചെറുപ്പത്തിൽ വെള്ളമൊക്കെ ഒഴിക്കാൻ വരുമായിരുന്നു. ഇപ്പോൾ വരാറില്ല. ഇപ്പം ഇവിടെ അധികമൊന്നും ചെയ്യാറില്ല. കടയൊക്കെ തുടങ്ങി. പിന്നെ ഇവിടെ ഒരു വാഴയുണ്ട്. നമ്മളങ്ങനെ പാടത്ത് എത്തി. പക്ഷേ ഇതിൽ കൂടി ഇറങ്ങാൻ കുറച്ച് പാടാണ്. അതുകൊണ്ട് സൂക്ഷിച്ചിറങ്ങിയില്ലെങ്കിൽ ഞാൻ വെള്ളത്തിൽ കിടക്കും. സന്ധ്യ ആകാറായതുകൊണ്ട് നല്ല ഭംഗിയായിട്ട് ഇവിടെയൊക്കെ കാണാൻ. ഇവിടെ കണ്ട വെള്ളമൊക്കെ ഒഴുകുന്നത്. ഇവിടെ ഫുള്ള് മീനാണ്. ഞങ്ങൾ ചെറുപ്പത്തിൽ ഇവിടെ മീനൊക്കെ പിടിക്കാൻ വരുമായിരുന്നു. ഞങ്ങളിവിടെയൊക്കെ ഇറങ്ങി കളിക്കും. ഇപ്പം ഇത് ഇത്രയും വലിപ്പമില്ലേ. പണ്ട് ഇത് ചെറിയൊരു വഴിയായിരുന്നു. ഇപ്പം വെള്ളം വന്ന് ഭയങ്കര വലിയ വഴിയായി. ഇതിൽ കൂടെ വണ്ടിയൊക്കെ പോകും കേട്ടോ. അത് അവിടെ ഒരു വണ്ടി പോകുന്നുണ്ട്. നമ്മളിപ്പോൾ അപ്പുറത്തുള്ള ഞങ്ങളൊരു പറമ്പിലേക്ക് പോവാം കേട്ടോ. പാടത്തിൻ്റെ അപ്പുറത്തെ സൈഡിലായിട്ടാണ്. ഇവിടെ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ഫുള്ള് വെള്ളവും പാടവും ഒക്കെയാണ്. അവിടെ എന്താ പറയുന്നതിന് കുളം കുത്തിയിട്ടുണ്ട്. ഒരു വീട്ടുകാർ സ്വന്തമായിട്ട് കുത്തിയതാട്ടോ. ഈ പോകുന്ന വഴിക്ക് ഫുള്ള് ചെളിയാണ്. കുറച്ച് ബുദ്ധിമുട്ട് ഇതിൽ കൂടി പോകാൻ. ഇത് ആ ഭാഗത്തായിട്ടാണ് ഞങ്ങളുടെ അടുത്ത പറമ്പുള്ളത്. എനിക്കിപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് മറ്റേ അനാക്കോണ്ട മൂവി ഓർമ്മ വന്നു. ഇവിടെ മീനൊക്കെ ഉണ്ട്. പൂഞ്ഞാട്ടി എന്നാണ് അതിൻ്റെ പേര്. പ്രാണീൻ്റെ ശബ്ദമാണ്. ചെവിയൊക്കെ അടിച്ചു പോവാണ്. നമുക്ക് അങ്ങോട്ട് പോകാൻ നോക്കാം. അവിടെ അറ്റത്തെത്തിയാൽ നമുക്ക് നല്ല ഭംഗിയുള്ള പാടം കാണാൻ പറ്റും. ഇതിൽ കൂടി വഴി. ഇവിടെ പാമ്പൊക്കെ എപ്പോഴാണ് വന്നേന്ന് പറയാൻ പറ്റത്തില്ല. കണ്ട, ഇതാണ് സീനറി. ഞാൻ അങ്ങോട്ട് കുറച്ച് മാറി നിൽക്കട്ടോ. ഇവിടെ പാമ്പൊക്കെ കാണും. ഞാൻ വന്ന വഴിക്ക് എൻ്റെ തല ഇതിൽ മുട്ടി. ഇതാട്ടോ. ഇത് നമ്മൾ കണ്ട പാടമല്ല, അതിൻ്റെ അപ്പുറത്തെ സൈഡിലുള്ള പാടം കേട്ടോ.
ഗായ്സ് ഈ മരത്തിൻ്റെ ഒരു ഇത് കണ്ട തോലി ഇങ്ങനെ പൊക്കത്തേക്ക് ഇങ്ങനെ ചുരുണ്ട് പോകും. അവിടെ എന്നെ നോക്കിക്കൊണ്ട് ഒരാൾ കിടന്നുറങ്ങുന്നു കണ്ടോ. എൻ്റെ ഫോൺ ഇത്രേ സൂമാകത്തുള്ളൂ. ഹലോ പാടമുണ്ട്. അപ്പൊ അത് അപ്പുറത്തേക്ക് ഞാനൊരു കാടിനെ നടക്കാം. ഗൈസ് ഇവിടെ എന്നെ പോലെ ഒരു ചരിഞ്ഞ വാഴ നിൽക്കുന്നുണ്ട്. ഇതെൻ്റെ അനിയത്തി കുഞ്ഞു വാഴ, ഇത് ഞാൻ വലിയ വാഴ. ഞങ്ങളിനി കുളത്തിലേക്ക് പോവാണ്. കൊറോസോത്ത് കുളം. ഇവിടെ ഫുള്ള് ചെളിയാണ്, നടക്കാനൊന്നും പറ്റുന്നില്ല. അവിടെ വീട് പണി നടക്കുന്നതുകൊണ്ട് ഓരോ വണ്ടികൾ ഇതിൽ കൂടി പോയി ഇവിടെ മൊത്തം ചെളിയായി മഴയൊക്കെ പെയ്ത്. ആ ഇവിടം വരെയുള്ള ചെളി. തീ മൊത്തം പൂക്കൾ. ഞാൻ പണ്ട് ഇതിന്നൊരു ഇല പറിച്ച് ചെറുപ്പത്തിൽ ഇത് വളരുമെന്ന് പറഞ്ഞിട്ട്, പക്ഷെ അത് ഉണങ്ങിപ്പോയി. എനിക്കിപ്പോഴാണ് ബോധം വെച്ച് തൈ നട്ടാലേ ഇത് പിടിക്കത്തുള്ളൂ. ആ വീട്ടിലാട്ടോ ഞാൻ 9, 10 ട്യൂഷൻ പഠിച്ചത്. അതുകൊണ്ടാണ് ഞാൻ ഈ വലിയ നിലയിലെത്തിയത്. ഇവിടെ ചെറിയൊരു അരുവിയുണ്ട്. പണ്ടും ഇതുപോലെ തന്നെ ആയിരുന്നിരിക്കുന്നത്. എൻ്റെ അനിയത്തി ഇപ്പം വെള്ളത്തിൽ വീഴുന്ന നിങ്ങൾക്കെല്ലാവർക്കും നോക്കിക്കൊണ്ടിരുന്നാൽ കാണാൻ കഴിയും. ഇത് ഇപ്പം വീഴും കൂടി. നമ്മളിപ്പോൾ പാടത്തെത്തിയിട്ടോ. അവിടെ ആയിട്ടാട്ടോ എൻ്റെ വീട്. നമ്മളിങ്ങനെ ഇറങ്ങിയാണ് അവിടെ വന്ന് ഇങ്ങനെ നടന്നു പോയി അപ്പുറത്തെ പാടത്ത് പോയത്. എൻ്റെ വീട് ആ മലേൻ്റെ പൊക്കത്ത്. വീടിൻ്റെ ഒരു സൈഡ് ഫുള്ള് പാടവും അപ്പുറത്തെ സൈഡ് ഫുള്ള് മലയാട്ടോ. ഇവിടെ ഒരു കുളമുണ്ട്, അവിടെയല്ല നമ്മൾ പോകുന്നത്, അപ്പുറത്തൊരു കുളമുണ്ട്. ഞാൻ അവിടെയാണ് അംഗൻവാടിയിൽ പഠിച്ചത്. അംഗൻവാടീൻ്റെ ഫ്രണ്ടിലായിട്ടാണ് ആ കുളം ഉള്ളത്. എൻ്റെ അനിയത്തി അവിടെ ഫ്രണ്ടിനെയൊക്കെ ഇതൊക്കെ കാണിച്ചു കൊടുക്കുക കേട്ടോ. ഇത് ആ മേഘം കണ്ടോ, പിങ്ക് കളറ്. ക്യാമറയിൽ കൂടി കാണുമ്പോൾ ശരിക്കും അറിയത്തില്ല, അതിനൊരു പിങ്ക് ഷെയ്ഡ് കാണാൻ പറ്റും വെയിലടിക്കുന്നത് കൊണ്ട്. ഇത് അവിടെ കേട്ടോ നമ്മൾ നിന്നത്. ഇവിടെ മൊത്തം മഞ്ഞപ്പൂക്കളാട്ടോ. നല്ല ഇതേ ആ ഇറക്കത്തിൻ്റെ അവിടെ കേട്ടോ നമ്മൾ നിന്ന്. ഞാൻ ഇവിടെ നിന്ന്. ഒരു പക്ഷി ഇതിൽ കൂടി ആട്ടോ ഞാൻ നേരത്തെ വണ്ടികളൊക്കെ പോകുമെന്ന് പറഞ്ഞ്. ഇതിൽ കൂടി നേരെ പോയാൽ നമുക്ക് മെയിൻ റോഡിൽ എത്താൻ പറ്റുമേ. അവിടെ കേട്ടോ നമ്മുടെ കുളം. ഈ അംഗൻവാടിയിലാണ് ഞാൻ പഠിച്ചത്. ചെറിയൊരു അരുവി പോലെ ഉണ്ട്. അത് കണ്ടോ, എന്ത് ഭംഗിയാ കാണാൻ. അവിടെ ഒരു മരം ഉണ്ടായിരുന്നില്ലേ? ആദ്യമായിട്ടോട്ട് ഇങ്ങനത്തെ ഒരു സാധനം കാണുന്നു. നല്ല ഭംഗിയുണ്ട്. ഗൈസ് ഇവിടെ ആരുടെയോ കൈ പതിച്ച് വെച്ചിരിക്കുന്നു ഓർമ്മയ്ക്കായിട്ട്. നമ്മളിപ്പോൾ ആ കാണുന്ന കേട്ടോ നമ്മുടെ കോസറോത്ത് കുളം. ഇത് ഇവിടെ മൊത്തം മീനാട്ടോ, കുഞ്ഞു മീനുകൾ. പണ്ട് ഞങ്ങൾ ഇവിടെ വന്നിട്ട് മീനൊക്കെ പിടിച്ച് വളർത്തും, പക്ഷെ അടുത്ത ദിവസം തന്നെ അതൊക്കെ മരിച്ചു കൂട്ടോ. അടിപൊളി ഒരു അരുവി, നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് വെള്ളം ഒഴുകുന്നു. ഇവിടെ ചെറിയ കല്ലുകളുണ്ട്, ഇങ്ങനെ ഉരുണ്ടുരുണ്ട് പോലെ. നല്ല ഭംഗിയായിട്ട് ഇവിടെ കാണാൻ. ഇതാട്ടോ ഞാൻ പഠിച്ച അംഗൻവാടി. ഞാൻ ചെറുപ്പത്തിൽ പഠിച്ച അംഗൻവാടി. വലുതാകുമ്പോൾ അംഗൻവാടി പോകത്തില്ലല്ലോ.
ഇവിടെ കുറേ ഓർമ്മകൾ ഒഴുകുന്നു. ഗൈസ്, നിങ്ങൾക്ക് ഇതിൻ്റെ ശബ്ദം കേൾക്കണോ? കോസ്രോത്തുകുളത്തെത്തി. പേര് പറയാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇവിടെ ഇപ്പം ഇങ്ങനെ ഗേറ്റൊക്കെ വെച്ച് നല്ല സെറ്റാക്കിയിട്ടുണ്ട്. പണ്ട് ഇവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല. ഇതാണ് ഞാൻ പഠിച്ച അംഗൻവാടി. ഇവിടെ കുറച്ച് പേര് അവിടെ വെള്ളത്തിൽ കളിക്കുന്നുണ്ട്. കുളത്തിലെത്തി. ഇവിടെ കുറച്ച് പേര് കുളിക്കുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് അധികം വീഡിയോ ഒന്നും എടുക്കാൻ പറ്റുന്നില്ല. ആ കുളത്തിൽ നിന്ന് പെട്ടെന്ന് തന്നെ വന്ന്, കാരണം അവിടെ കുറേ പേര് കുളിക്കുവാണ്. അവിടെ നിന്ന് ഞാൻ വീഡിയോ എടുത്ത് എന്നെ പോലീസ് കേസിലെടുക്കും. ഞങ്ങളിനി കോസ്രോത്ത് അമ്പലത്തിലേക്ക് പോവാണ്. അതാട്ടോ കോസ്രോത്ത് അമ്പലം. അംഗൻവാടി നമ്മൾ അപ്പുറത്തൂടി കറങ്ങിയിട്ട് വന്നാട്ടോ. ഇതാട്ടോ എൻ്റെ പണ്ടത്തെ അംഗൻവാടി. ഞാനും എൻ്റെ അനിയത്തി ഇവിടെ ആട്ടോ പഠിച്ചത്. ഇതാട്ടോ അമ്പലം. ഞാൻ പറഞ്ഞു തെറ്റിപ്പോയതാട്ടോ. കോസ്രോത്തായിരുന്നില്ല, ക്രോസോത്തായിരുന്നു. ഗൈസ്, അവിടെ വലിയൊരു വെള്ളച്ചാട്ടം ഉണ്ട്. അതിൽ നിന്നാട്ടോ ഇത്രയും വലിയ സൗണ്ട് കേൾക്കുന്നത്. അമ്മ അവിടെ നിന്ന് ചാമ്പക്ക പറിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. ഗൈസ്, ചാമ്പക്ക കിട്ടി. ഇത് ഗൈസ് മൊത്തം ചാമ്പക്ക. വെള്ളത്തിൽ ഇറങ്ങിയിട്ടോ. ഇവിടെ നിന്ന് എടുത്ത് ചാടിയതാ. അനിയത്തി ഇറങ്ങും കേട്ടോ. നല്ല തണുപ്പാട്ടോ ഇവിടെ. ഗൈസ്, ഇവിടെ മൊത്തം ഇങ്ങനെ വെള്ളച്ചാട്ടമൊക്കെ ആട്ടോ. ഇറങ്ങ. ഇവിടെ കുഴിയാ. ഇതിൽ കൂടെ ഇറങ്ങി. ഇവിടെ ഇറങ്ങടി. അവിടെ കുഴിയാ. ഞങ്ങളങ്ങനെ അവിടെയൊക്കെ ഇറങ്ങി തിരിച്ച് വീട്ടിലേക്ക് പോകണേ. അപ്പോഴാണ് ഈ സൂപ്പർ സീനറി കാണുന്നത്. ഞാൻ ഈ സീനറി ഫുള്ളായിട്ട് യൂട്യൂബിൽ ലൂപ്പ് വീഡിയോ ഇട്ടിടുവേ. 1.5-3 മണിക്കൂർ. നിങ്ങൾക്ക് വീഡിയോ നോക്കിയാൽ അതിൽ കാണാൻ പറ്റും. ഞങ്ങളിപ്പോൾ വീട്ടിലേക്ക് വേറെ വഴി കൂടി ആട്ടോ പോകുന്നത്. റോട്ടിൽ കൂടി ആട്ടോ പോകുന്നത്. ഗൈസ്, ഞങ്ങൾക്ക് എൻ്റെ പേരെന്താടി? മൽബറി കിട്ടി ഗൈസ്. ഞങ്ങൾ കുറച്ച് തിന്ന്. പിന്നെ ഇതാട്ടോ ബാക്കിയുള്ളത്. ഇപ്പോൾ വീട്ടിലേക്ക് പോകാട്ടോ. ഇപ്പോൾ ഭയങ്കരമായിട്ട് ഇരുട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വ്ലോഗ് ഇത്രേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ബൈ.